ഉണ്ണിയേട്ടൻ പെട്ടെന്ന് തന്നെ കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കാണും. എന്നെന്താ ഇത്ര ഉറപ്പ്? ദേ, സ്വന്തം കൂടപ്പുറപ്പിനോടെ കാലണയുടെ പോലും സ്നേഹമില്ലാത്തവനാ നിന്റെ ഭർത്താവ്. അല്ല, പെട്ടെന്ന് കണ്ണൻ എന്തുകൊണ്ടാ ശ്വാസം മുട്ടലുണ്ടായതെന്ന് അറിയത്തില്ലല്ലോ. നേരത്തെ ഇങ്ങനെങ്ങാനും വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി നീ അവന് കൊടുത്ത ഭക്ഷണത്തില് എന്തെങ്കിലും കലർത്തിയോടി? അമ്മ എന്തിനമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും വയറിനല്ലേ കംപ്ലൈന്റ് ഉണ്ടാവേണ്ടത്? ഇത് ശ്വാസം മുട്ടലല്ലേ? നിന്റെ ഒന്നും കാര്യം പറയാൻ പറ്റത്തില്ല. അമ്മ ഇപ്പൊ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉണ്ണിയേട്ടൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. എടി, ഇനി എനിക്ക് കിടന്നാലും ഉറക്കം വരത്തില്ല. കണ്ണൻ ഇനി ഹോസ്പിറ്റലിൽ എത്തിയോന്തോ? ആ മാർക്കോ എന്ന് വിളിച്ചു നോക്കാം. എടി, നിന്റെ കയ്യിലെ മാർക്കോടെ നമ്പർ ഉണ്ടോ? ഇല്ലമ്മേ. എന്റെ വയറ്റിൽ പിറന്നവനാ ഉണ്ണി. പക്ഷെ എന്നാലുവേ അവനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഞാനിങ്ങനെ മറ്റുള്ളവരെ വിളിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത്. അവനെ വിളിച്ചപ്പോ എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്നെ വിളിച്ചതുമില്ലല്ലോ. ദൈവമേ. ഈ തറവാട്ടിലെ മൂത്ത സന്തതി മരിച്ചാ മതിയായിരുന്നു. അതോടെ ലക്ഷ്മിയുടെ ഇവരുടെ അഹങ്കാരം തീർന്നേനെ. ദൈവമേ, കാത്തോളേ എന്റെ കുഞ്ഞ്. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ദേ, മയക്കൊക്കെ വിട്ട് കിടക്കല്ലേ. ഉടനെ വാർഡിലേക്ക് മാറ്റാം. ബാക്കിയൊക്കെ കണ്ണം പറയും. ശരി. സാറേ, എസിക്കകത്ത് വിഷവാതകം കടത്തിവിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോ വല്ലാത്തൊരു ശ്വാസമുട്ടലായിരുന്നു. മരിക്കുമെന്ന് പോലും തോന്നിപ്പോയി. വളരെ പെട്ടെന്ന് ഇവിടെ എത്തിക്കണമായിരുന്നു. അവിടെയാ എൻ്റെ അനിയൻ എന്നെ കൊല്ലാൻ നോക്കിയത്. അവൻ തന്നെ ആയിരിക്കും എസിയിൽ വിഷവാതകം നിറച്ചത്. പിന്നെ അവൻ സാറിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ. എന്തായാലും ഇപ്പൊ അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആ സംഭവത്തിനിടയ്ക്ക് മാർക്കോയ്ക്ക് മനസ്സിലായല്ലോ. ഞാൻ നടക്കുന്നത് അവൻ കണ്ടു. കാണട്ടെ, എല്ലാരും കാണട്ടെ. ഇനിയിപ്പോ എന്തിനാ സാർ അത് മറച്ചു വെക്കുന്നത്? എന്തായാലും അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഈ വിഷവാതകം എങ്ങനെ എസിയിൽ വന്നെന്ന്. ഇനിയിപ്പോ സാറിന്റെ അനിയനാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ അവന് കൊടുക്കാൻ പോകുന്നില്ല. അവന് ഞാൻ എന്ത് ചെയ്താലും കണ്ണൻ സാർ അതിന്റെ പേരിൽ എന്നെ വിമർശിക്കാനും പാടില്ല. മാർക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരിക്കലും നന്നാവാത്തവനെ ഇനി നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ മാർക്കോ. ഇതൊക്കെ സാറിന് നേരത്തെ തോന്നേണ്ടതായിരുന്നു. സ്വന്തം അച്ഛന്റെ മരണത്തെപ്പറ്റി പോലും അവൻ അറിഞ്ഞു. എന്നിട്ടും കൊലയാളിയുടെ മോളോട് ക്ഷമിച്ചിട്ട് അവളെയും കൂടെ കൂട്ടിയിരിക്കുക ഇപ്പോ. അതുകൊണ്ട് ഇനി അവൻ ജീവിതം പഠിക്കണം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. സാറിന് ഏതായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവൻ്റെ അടുത്തുനിന്ന്. ഇനി ഇടയ്ക്ക് വരാം.
ദാ ലോപ്പസേ, എ സിക്കകത്ത് വിഷവാതകം കടത്തിവിട്ടിട്ടാ സാറിനെ കൊല്ലാൻ നോക്കിയത്. അതാകുമ്പോ ആരും സംശയിക്കില്ലല്ലോ. അതായിരിക്കും അങ്ങനെ ചെയ്തത്. അവനെ ഇടിച്ചവന്റെ നീരെടുക്കും മാർക്കോ. അതൊക്കെ ഞാൻ ചെയ്തോളാം. അവനെ ഇതിന് സഹായിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് കൂടി അറിയണം. അവനെ കൊന്നുകളയാ വേണ്ടത്. കൊല്ലുന്നില്ല, പക്ഷേ കൊല്ലാതെ കൊല്ലും. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. പൊന്ന എന്ത് കരുതിയടാ? കണ്ണൻ സാറ് മരിച്ചിട്ടില്ലടാ. പക്ഷേ സ്വന്തം ഏട്ടനെ പലതവണ നീയും നിന്നെ സ്നേഹിക്കുന്നവരും കൂടി കൊല്ലാൻ നോക്കിയതാ. ഇവിടെ നടന്നതുപോലെ എന്നോട് പറയണം. എ സിക്കകത്ത് ആരുടെ വിഷവാതകം കയറ്റിയത്? എനിക്കറിയില്ല. അറിയില്ലല്ലേ? പരമം കൊണ്ടുവന്ന ആളാണ്, ഒരു ശരവണനാണ്. പരമൻ കൊണ്ടുവന്ന ശരവണൻ. അവൻ നല്ലൊരു എ സി മെക്കാനിക് ആണല്ലോടാ. പക്ഷെ പരമൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് തുടങ്ങി. ഇത് നിന്റെ മൊബൈലാ. വിളിക്കടാ പരമനെ. എന്നിട്ട് കണ്ണൻ സാറ് മരിച്ചുപോയെന്ന് പറ. കൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ട് ഒരു തുക നീ ഓഫർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവനെ. അതുമായിട്ട് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് നീ ചെല്ലുമെന്ന് പറ. അവനോട് അങ്ങോട്ടെത്താൻ പറ. പറച്ചില് ഒരു സംശയവും പരമന് തോന്നരുത്. ഞാൻ അവനെ വിളിച്ച് നിനക്ക് തരും. മര്യാദയ്ക്ക് അവനോട് സംസാരിച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. ഡയൽ ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് പറ. ഹലോ പരമ, ഇത് ഞാനാ, ഉണ്ണി. അയാള് മരിച്ചു. കണ്ണൻ. ഞാനൊരു കാര്യം ഏറ്റതാ സാറേ. സാറിന് സന്തോഷമായില്ലേ? അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പരമൻ ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ട് വരെ ഒന്ന് വരണം. ആ ശരവണനെ കൂട്ടി. ഇപ്പൊ സമയം ഒരുപാടായല്ലോ സാറേ. എന്നാലും പൈസയുടെ കാര്യമല്ലേ? ഇപ്പൊ തന്നെ ഞാൻ അവിടെ എത്താം. ആ വേഗം വാ. ആ ഇപ്പൊ സാർ അവിടെ എത്തുമല്ലോ അല്ലേ? ആ ഞാൻ ഉടനെ വരാം. ഓക്കെ. പൈസയുടെ കാര്യമായതുകൊണ്ട് അവന്മാരേത് പാതിരാത്രിക്കും വരും. ഇനി കുറെ കാലത്തേക്ക് പരമനും ശരവണനും കൊട്ടേഷൻ ഏറ്റെടുക്കാത്ത രീതിയിൽ അവന്മാരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് നിനക്കുള്ള ശിക്ഷ വിധിക്കണം. നിന്റെ ഭാഗ്യത്തിന് കണ്ണൻ സാറിനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ കാണായിരുന്നു നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ആംബുലൻസിൽ നിന്നിറങ്ങുന്ന നിന്റെ ജഡം. എന്നുവെച്ച് ശിക്ഷാ നടപടിക്ക് കുറവൊന്നുമില്ല കേട്ടോ. നിനക്കൊരുപാട് തവണ ഞാൻ വാണിംഗ് തന്നതാ. നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോയപ്പോഴും കാറ് തടഞ്ഞു നിർത്തിയിട്ട് നിനക്കും അവൾക്കും ഞാൻ മുന്നറിയിപ്പ് തന്നതാ. ഇനി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞിനെയും ദ്രോഹിക്കരുത്. അറിയാവുന്ന ഭാഷയല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ വാക്കിന് പുല്ലുവില. അതുകൊണ്ട് ഇനി സംസാരത്തിനൊപ്പം അതേ അളവിലും തൂക്കത്തിലും നിനക്ക് വേണ്ടത് ഞാൻ തന്നിരിക്കും. അയ്യോ, ഒരബദ്ധം പറ്റിപ്പോയതാ മാർക്കോ. മിണ്ടരുത് നീ. നീയും ജയിലിൽ കിടക്കുന്നവന്മാരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് കരയും, കാല് പിടിക്കും. കാര്യങ്ങളൊക്കെ ശാന്തമായ വീണ്ടും ഇതുപോലെ ഓരോന്ന് തുടങ്ങുകയും ചെയ്യും. ജയിലിൽ കിടക്കുന്നവന്മാരെ ഞാൻ സ്കെച്ച് ചെയ്ത് വച്ചിരിക്കുക. അവന്മാര് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ഈ കർക്കിടകത്തില് ഒരിക്കലും മറക്കാത്തൊരു ചികിത്സ അവന്മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മാർക്കോ, ഇപ്പോ
നിനക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തവന്മാരെ ഞാനന്ന് കണ്ടിട്ട് ഉടനെ ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് നീ നിന്റെ വിധിക്കായിട്ട് കാത്തിരുന്നോ. എടാ, ഒരുത്തൻ പൈസയായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന് പറയുമ്പോ നമ്മളായിട്ട് അത് നാളത്തേക്ക് മാറ്റുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ കയ്യോടെ തന്നെ പൈസ വാങ്ങാൻ ഞാൻ കരുതിയത്. പൈസയുടെ കാര്യത്തിൽ ഒരു മാറ്റിവെക്കൽ പാടില്ല പരമാ. ആ, അത് ചൂടോടെ വാങ്ങിക്കണം. മൊത്തം തുകയും കൊണ്ടുവരല്ലോ അല്ലേ? ഹ, കൊണ്ടുവന്നില്ലെങ്കിൽ അവനെ നമ്മൾ തൂക്കിക്കൊണ്ടങ്ങ് പോകും. അവനാണെന്ന് തോന്നുന്നു. ഈ രാത്രി തന്നെ വിളിക്കാൻ വരികയൊക്കെ ചെയ്യുന്നത്. ഇടങ്ങേറാവൂന്ന് പറയാൻ പറ്റില്ല. മരിച്ചത് അവന്റെ ചേട്ടനായതുകൊണ്ട് അവനെ പലർക്കും സംശയം കാണും. അതൊക്കെ അവൻ നോക്കിക്കോളും. ആ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് അങ്ങ് പോവാം. ഇവനെന്താ ഹെൽമറ്റ് മാറ്റാത്ത? ആര് മുഖം തിരിച്ചറിയേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചേ. ഇനി പറഞ്ഞുറപ്പിച്ച തുക കാലണ തെറ്റാതെ ഞങ്ങൾക്ക് തരണം. അയ്യോ! മാർക്കോ, മാർക്കോയോ? കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് കൊല്ലാൻ തെരഞ്ഞെടുത്തത് എന്റെ ആൾക്കാരെയാണെന്ന് നീയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പോഴെങ്കിലും അത് വേണ്ടാന്ന് വച്ചുകൂടാ. അയ്യോ, എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ട്. എടാ, നീയൊക്കെ നിന്റെ ജോലിയാ ചെയ്തത്. അയ്യോ മാർക്കോ, അതുകൊണ്ട് നിന്നെയൊന്നും ഞാൻ കൊല്ലാൻ പോകുന്നില്ല. യഥാർത്ഥ പ്രതി എന്റെ കസ്റ്റഡിയിലുണ്ട്. അവനെ കൊണ്ട് ഞാനാ നിന്നെയൊക്കെ വിളിപ്പിച്ചത്. ഇനി ആവർത്തിക്കില്ല. ഇനി അവനെ കാണേണ്ട രീതിയിൽ എനിക്ക് കാണണം. അതിനു മുമ്പ് നിന്നോടും ഈ ഇലക്ട്രോണിക്സ് വിദഗ്ധനോടും ഞാൻ പറയാ, വേണ്ട മാർക്കോ. കണ്ണൻ സാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെ ഞാൻ സ്നേഹിക്കുന്നവരെ ഒരു പോറലേൽപ്പിച്ച ഇല്ല, അന്ന് തീരും നിന്റെയൊക്കെ കൊലവിളി. ഞാൻ കൊട്ടേഷൻ ഏറ്റെടുത്തതേ നന്ദിയും സ്നേഹമുള്ളവരിൽ നിന്നാ. നിന്നെ പോലുള്ള ക്രിമിനൽസിനെ തീർക്കാനാ. അതിന് കാലണ പോലും ഞാൻ ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലം പറ്റാറുമില്ല. അതെന്റെ കടമയാടാ. അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം. അതുകൊണ്ട് മനസ്സിൽ വെച്ചോ നീയൊക്കെ, കേട്ടോ? മരിച്ചിട്ടില്ലടാ. നിനക്കൊക്കെ കൊട്ടേഷൻ തന്നവന്റെ ഏട്ടൻ വിഷവാതകം ശ്വസിച്ച് മരിച്ചിട്ടില്ല. സാറേ, ഉം, ഇതിൽ ഒരുപാട് വിളി വന്നിട്ടുണ്ട്. ആ. നീ എടുക്ക. അമ്മയാണല്ലോ വിളിച്ചിരിക്കുന്നേ. അവരുടെ മോനല്ലേ ഈ പണി കാണിച്ചത്. ആ, പിന്നെന്തിനാ അവര് വിളിക്കുന്നേ? അമ്മയ്ക്കിപ്പോ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഓപ്പസേ. അത് ഞാൻ പറഞ്ഞില്ലേ. അത് വിശ്വസിക്കാൻ പ്രയാസോ സാറേ. അവരൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ആ, എന്തായാലും സാറിന്റെ അനിയനെന്ന് ശിവരാത്രിയാ. എന്ത് ചെയ്യാനാ? സ്വത്തിനും പണത്തിനുമാണ് രക്തബന്ധത്തെക്കാൾ മൂല്യമെന്ന് ചിന്തിക്കുന്നവര് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ആ, ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ.
ഹലോ ഹലോ ആ അമ്മേ, ആ മോനെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. എടാ ഞാൻ ഒരുപാട് വിളിച്ചു മോനെ. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. എന്നുവെച്ചാ ഉണ്ണിയല്ലേ മോനെ കൂട്ടിക്കൊണ്ടു പോയത്. അവന് മോനോട് ദേഷ്യമുള്ളത് കൊണ്ട് അവൻ മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇതുവരെ ഐസിയുലായിരുന്നു അമ്മേ. കുറച്ചു മുമ്പാ റൂമിലേക്ക് മാറ്റിയത്. അയ്യോ, എന്തായാലും അപകടനിലയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ നാളെ അവിടെ വന്നിട്ട് പറയാം. ശരി മോനെ. എന്തായാലും ഒരു ആപത്തുമില്ലാതെ ദൈവം കാത്തല്ലോടാ. ഇനി ചെറുതായിട്ടൊന്ന് മയങ്ങാം. മോനെ, നിന്റെ ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിലേ എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ശരിയമ്മേ. ശരി മോനെ. ആ, നിനക്ക് സന്തോഷിക്കാനൊന്നുമില്ല. കണ്ണനെ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാനാ വിളിച്ചത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉണ്ണിയേട്ടനടുത്തുണ്ടോ? കാണുമല്ലോ. അവനല്ലേ ഇവിടുന്ന് കണ്ണനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. എന്തായാലും കൃത്യസമയത്ത് അവൻ കണ്ണനെ അവിടെ എത്തിച്ചല്ലോ. അത് മഹാഭാഗ്യം. ഞാനിടയ്ക്ക് ഉണ്ണിയേട്ടനെ വിളിച്ചായിരുന്നു, പക്ഷെ ഉണ്ണിയേട്ടൻ എടുത്തില്ല. എന്തായാലും കണ്ണൻ വിളിച്ചല്ലോ. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് ഉണ്ടാവും ഉണ്ണിയും. ദേ, ഇതുപോലെ ആപത്ത് വരുമ്പോഴേ അനിയൻ ചേട്ടനെ സഹായിച്ച അതിന്റെ ഗുണം നിനക്കും അവനും കിട്ടും. കണ്ണനും ലക്ഷ്മിയും മനുഷ്യപ്പറ്റുള്ളവരാ. അതിനിയെങ്കിലും നീ ഉണ്ണിയും തിരിച്ചറിഞ്ഞില്ലെങ്കിലേ നിങ്ങൾക്കതുകൊണ്ട് നഷ്ടമേ വരത്തുള്ളൂ. അത് മനസ്സിൽ വെച്ചോ. ഇയാൾ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചേട്ടനെ കൊല്ലാൻ വേണ്ടിട്ട് അനിയൻ റിസ്ക് എടുത്ത് ഓരോന്ന് ചെയ്തതാ. എന്നിട്ട് അയാൾ വഴിയിൽ വെച്ച് കണ്ണനെ തീർക്കാതെ എന്തിനാണോ എന്തോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തവന്മാരെ ഞാൻ കാണേണ്ട രീതിയിൽ കണ്ടു. ഇനി നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചെന്ന് ആരാണ്? ഈ വാടക കൊലയാളികൾ പരമന ശരവണനും ഒക്കെ നിന്റെ പരിചയക്കാരല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പൊ പിന്നെ അവന്മാരെ പോയി കാണാനും ഇത് ചെയ്യണമെന്നൊക്കെ നിനക്ക് പറഞ്ഞെന്ന് ആരാണ്? മര്യാദയ്ക്ക് സത്യമായിട്ട് എന്നോട് പറഞ്ഞോണം. അത് ആദ്യം പോലീസ് ലോക്കപ്പിലേക്കും അത് കഴിഞ്ഞ് കോടതിയിലേക്കും പോവാം, അവിടെ നിന്ന് ജയിലിലേക്കും. പക്ഷേ ഇവിടെ നിന്ന് നീ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. അതുകൊണ്ട് പറ, ആരാടാ നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത്? എന്റെ അമ്മാവനാ. വാമദേവനോ? അവന് ജയിലിൽ കിടന്നിട്ടും ആൾക്കാരെ കൊല്ലാനുള്ള ആർത്തി തീർന്നിട്ടില്ലേ? റിമാൻഡ് കഴിഞ്ഞിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. അവനെയും പ്രതാപനെയും ഞാൻ മുട്ടുകാലിൽ തന്നെ നടത്തിക്കോളാം. ഇനിയേ നിന്റെ വിധി പറയാനുള്ള സമയമായി. എന്നൊന്നും ചെയ്യരുത് മാർക്കോ. നിന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലടാ. നീ കണ്ടല്ലോ നിന്റെ ഏട്ടൻ നടക്കുന്നത്. കണ്ണൻ സാറിന് നിന്റെ അമ്മായച്ചൻ കൊടുത്ത ശിക്ഷയുടെ കാലാവധി അവസാനിച്ചു. ഇനി നിരപരാധിയായ കണ്ണൻ സാറിനെ വീൽ ചെയറിലാക്കിയവർക്കും അവരുടെ ഉപദേശം കേട്ട് നടക്കുന്നവർക്കും ഞാൻ കൊടുക്കുന്ന ശിക്ഷയാ. അതിന്റെ തുടക്കം നിന്നിൽ നിന്നും ആയിക്കോട്ടെ.
മാർക്കോ മാർക്കോ എന്നൊന്നും ചെയ്യരുത് മാർക്കോ. വാ തുറക്കടാ. എടാ, നല്ല വേദനയായിരിക്കും ഇതുകൊണ്ടുള്ള അടി കിട്ടിയ. ആ സമയത്ത് നിന്റെ നിലവിളി പുറത്താരും കേൾക്കാൻ പാടില്ല.